ഹലോ മക്കളെ, അപ്പം നമ്മുടെ കുട്ടികളെല്ലാവരും എപ്പോൾ നീറ്റിൻ്റെ കാര്യത്തിൽ ഏതൊരു വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് AFMCയിൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് പേർക്ക് ഈ AFMC എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. സിമ്പിളാണ്. നമ്മളുടെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജസ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ പട്ടാളത്തിൽ, അപ്പോൾ നമ്മുടെ പട്ടാളക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയുന്നത് എന്താണ്? നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, അടി വിടാൻ പോകുന്നു, അല്ലെ, നേവി, എയർഫോഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കറിയാം. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ സിനിമകളിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും, ഈ ഒരു സെക്ടറിൽ തന്നെ നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ആയിട്ടായാലും നഴ്സസ് ആയിട്ടൊക്കെ ആയാലും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിന് നമ്മൾ എന്ത് എക്സാമാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആഗ്രഹമുള്ളവരുണ്ടാവും അല്ലേ. ശരിക്കും നമ്മളുടെ ഒരു സോൾജിയർ ആണെന്ന് പറയുന്നത്, ശരിക്കും നിങ്ങൾ ഈ സെക്ടറിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സോൾജിയറാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ AFMCയിൽ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ബേസിക്കലി പണ്ട് ഇതിനു വേണ്ടി സെപ്പറേറ്റ് എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് നീറ്റിൻ്റെ അണ്ടറിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അതായത് AFMCയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാം എന്തായാലും എഴുതണം. നീറ്റ് എക്സാം എഴുതാത്തൊരു കഥയില്ല. ഓക്കെ, അപ്പോൾ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജസിൽ കിട്ടാൻ, അപ്പോൾ ഇതിന് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നീറ്റ് എക്സാം നമ്മൾ ആദ്യം ക്വാളിഫൈ ചെയ്യണം. അങ്ങനെ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തതിന് ശേഷം അവരുടെ തന്നെ സെപ്പറേറ്റ്, അതായത് ഈ ഒരു AFMCയുടെ തന്നെ സെപ്പറേറ്റ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമുക്കൊരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകും, പിന്നെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഇതിൽ റാങ്ക് എത്ര വേണം, AFMCയിൽ കിട്ടാൻ എത്ര റാങ്ക് വേണമെന്നുള്ളത് നമുക്ക് അങ്ങനെ ശരിക്കും പറയാൻ പറ്റില്ല. കാരണം അത് ഓരോ ഇയറിലെ പേപ്പറിൻ്റെ ടഫാണോ ഈസിയർ ആണോ എന്നുള്ളതിനനുസരിച്ച് ആ കട്ട് ഓഫ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടേക്ക് കിട്ടേണ്ട റാങ്കിലും വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ എത്രയാണോ കട്ട് ഓഫ് അതിൻ്റെ ഒരു നല്ല ശതമാനം തന്നെ നമുക്ക് എന്ത് വേണ്ടി വരും, നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി വരും. ആ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നീറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ തന്നെ AFMCയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റും പിന്നെ ഒരു മെഡിക്കൽ പിന്നെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ, അതിൻ്റെ ബേസിസിലാണ് നമുക്ക് ഈ ഒരു ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജസിലേക്ക് കിട്ടുക. അപ്പോൾ എന്തിനാണ് കുറേ പേര് ഇതിലേക്ക് ചിന്തിക്കുന്നത്? ഒന്ന്, നമ്മളുടെ സർവീസ് മെൻറ്റാലിറ്റി ആയിരിക്കും, നമുക്ക് ഇങ്ങനെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലേക്ക് വർക്ക് ചെയ്യണം എന്നുള്ളതായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഇവിടെ ഡോക്ടേഴ്സ് ആവുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ ഇങ്ങനെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ആവുന്നത്. കാരണം അവിടെ നിങ്ങൾക്ക് റാങ്കാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണോ അതിനനുസരിച്ച് നിങ്ങളുടെ റാങ്ക് കൂടും. ആൻഡ് റാങ്ക് കൂടുന്നതിനനുസരിച്ച് സാലറി കയറ്റമായിരിക്കും. ഓക്കെ, സാലറിയിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് പെർ ഇയർ നിങ്ങൾക്ക് 27 lakhs ഒക്കെ വരും. ഇത് 27 to ഒരു 50 lakhs വരെയൊക്കെ പോകാം. അതായത് നല്ല എക്സ്പീരിയൻസ്ഡ് ഒക്കെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത്രയും വരിക. അപ്പോൾ നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്, നിങ്ങൾ നല്ല പെർഫോമൻസ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടെ എത്താം. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ്സ് വേറെയാണ്. അതായത് നിങ്ങളുടെ റാങ്ക്, നിങ്ങളൊരു ഡോക്ടറൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് എന്താണ്, ഒരു ക്യാപ്റ്റൻ ലെവലിലുള്ള റാങ്കിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. ആൻഡ് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയുള്ള നമ്മളുടെ സാലറിക്ക് പുറമേ നിങ്ങൾക്ക് എന്തുണ്ടാകും, പ്ലസ് ഗ്രേഡ് പേ ഉണ്ടാകും. ഓരോ ഗ്രേഡിനനുസരിച്ചുള്ള അഡീഷണൽ പേയ്മെൻറ്റ് ഉണ്ടാകും. പിന്നെ അലവൻസസ് വേറെ ഉണ്ടാകും. നമുക്ക് ഫ്രീ റേഷൻ ആയിരിക്കും. നമ്മൾ ഭക്ഷണത്തിനൊന്നും നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല. പിന്നെ നമുക്ക് അക്കോമഡേഷൻ ഫ്രീ ആയിട്ടായിരിക്കും ഉണ്ടാകുക. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് വേറെ തന്നെ ഉണ്ടാവും. നമുക്കിപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഫീൽഡിലാണ്, നിങ്ങൾ അവിടെ പൈസ കൊടുക്കണ്ട. നമുക്ക് എക്സ്ട്രാ എന്തൊക്കെ ചിലവുകളാണോ വരുന്നത് അതൊന്നും നമുക്ക് ഇവിടെ വരില്ല. അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് കുറേ പേരെങ്കിലും ഇങ്ങനെ AFMCയിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹത്തിൽ. അപ്പം ഏറ്റവും ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, പിന്നെ അവരുടെ അതിനനുസരിച്ചുള്ള പ്രൊസീജിയർ അനുസരിച്ച് പോകാം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് പോകാം. ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ നല്ല സർവീസ് മെൻറ്റാലിറ്റി, നല്ല ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നീറ്റ് ക്വാളിഫൈ ചെയ്യണം. നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. അപ്പോൾ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോവാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ട്, ഇപ്പം നിങ്ങൾ SSLCയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റിന് വേണ്ടിയിട്ട് നമ്മളുടെ എക്സാമിനറിൻ്റെ തന്നെ കോച്ചിങ് ഉണ്ട്. അപ്പോൾ എക്സാമിനറിൻ്റെ കോച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് +1 +2 ആണ് നമ്മളുടെ നീറ്റിൻ്റെ ബേസിസ്.
ആ ക്ലാസ്സുകളുടെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ നീറ്റിന് നല്ല അടിപൊളി റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എക്സാമിനറിൻ്റെ ബാച്ചിൽ പഠിപ്പിക്കുന്നുണ്ടാകും. പ്ലസ് നിങ്ങൾക്ക് ഡെയിലി കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അതെങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു, അതിൻ്റെ ആൻസർ തന്നു, ഇതാണ് മനസ്സിലാക്കിക്കോ, അങ്ങനെയല്ല, അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻസിലൂടെ ഒക്കെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മളെ പൃഥ്വി ബാച്ച് നമ്മളെ +1 നീറ്റ് ബാച്ചാണ്. ഓക്കെ, +1 നീറ്റ് ബാച്ചാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളുടെ +1 പൃഥ്വി ബാച്ച് നമ്മളുടെ നീറ്റിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ നീറ്റിനും കീമിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ AFMCയിലേക്കാണെങ്കിൽ നമ്മൾ മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നീറ്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ക്ലാസ്സുകൾ ഇവിടെ കിട്ടും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാച്ചല്ല, ആക്ച്വലി 2 ബാച്ചാണ്. +1ൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സസും കിട്ടും, പ്ലസ് നീറ്റിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മളെല്ലാവരും തന്നെ നിങ്ങളെ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് തരും. അത് വീഡിയോ സൊല്യൂഷൻസ് ആയിട്ടാണ്. ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളോട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, വീഡിയോ സൊല്യൂഷൻസ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻ, അതിൻ്റെ നോട്ട്സ്, ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആൻഡ് അഡീഷണൽ മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ പൃഥ്വി ബാച്ച്. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നമ്മുടെ പൃഥ്വി ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് 6000 rupees മാത്രമേ ഉള്ളൂ. +1 ക്ലാസ്സുകൾ പ്ലസ് നീറ്റാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇപ്പോൾ AFMCയിലേക്കുള്ള നിങ്ങളുടെ താല്പര്യം കൂടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല അടിപൊളി സർവീസ് മെൻറ്റാലിറ്റിയോടുകൂടി നല്ല അടിപൊളി ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ ആയിട്ട് മാറാം. ഓക്കെ, താങ്ക് യു.